ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്തുമസ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ളതാണ്. നമ്മൾ സമാധാനം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പണ്ട് നമ്മൾ പഠിച്ച ഒരു കഥയിലെ പോലെ കസ്തൂരിമാൻ ഇങ്ങനെ കസ്തൂരിയുടെ മഠം അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്നാണ് അത് പുറപ്പെടുന്നതെന്ന് പലപ്പോഴും അറിയുന്നില്ല. അപ്പോൾ സമാധാനമെന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെ ലഭിക്കുമെന്ന് കൃത്യമായിട്ട് തിരുപ്പിറവിയുടെ ദിനം പറയുന്നുണ്ട്. ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് അത് ലഭിക്കുന്നത്. എന്താണ് ദൈവപ്രസാദം ഉള്ളത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹം നിറഞ്ഞതായി തീരുന്നത്. ആട്ടിടയന്മാർക്ക് കിട്ടിയ അതേ സദ്വർത്തമാനം തന്നെ രാജകൊട്ടാരത്തിലും കേൾക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ആട്ടിടയന്മാര് ആ വാർത്ത കേൾക്കുമ്പോൾ നാം ബേത്ലഹേമോളം ചെന്ന് ഇത് കാണാമെന്ന് പറയുകയാണ്. സന്തോഷത്തിന്റെ വർത്തമാനം അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുകയും ആ സന്തോഷം അന്വേഷിച്ച് അവര് പോവുകയും ചെയ്യുകയാണ്. പലപ്പോഴും നമ്മുടെ ഈ ജീവിതം ദുഃഖം നിറഞ്ഞതായി തീരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെക്കാൾ വലുതായി പോകുമെന്നോ, മറ്റുള്ളവരുടെ ജീവിതം ഉയർന്നാൽ ഞാൻ ചെറുതായി പോകുമോ എന്നൊക്കെയുള്ള ഭയം കാരണം പലപ്പോഴും സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ആട്ടിടയന്മാര് ആ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി അറിയുമ്പോൾ ഒന്നും ചിന്തിക്കാതെ തങ്ങളുടെ ആടുകളെ വളരെ സുരക്ഷിതമായി വെച്ചിട്ട് അവര് ആ വാർത്ത കാണുകയാണ്. വാർത്ത കണ്ട് അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അവർ കാണുന്നത് കീറത്തുണിയിലെ ഒരു ശിശുവിനെയാണ്. എന്നാൽ തങ്ങളെ പോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുവൻ ഈ ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് തിരിച്ചറിയുവാനുള്ള ആ വലിയ മനസ്സ് ആട്ടിടയന്മാർക്ക് ഉണ്ടാവുകയാണ്. എന്നാൽ രാജകൊട്ടാരത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. രാജകൊട്ടാരത്തിലേക്ക് വിദ്വാൻമാർ വന്ന് ഈ വർത്തമാനം പറയുമ്പോൾ രാജാവും യെരൂശലേം മുഴുവൻ സംഭ്രമമായി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നത്? തങ്ങളെക്കാൾ ഒരുവൻ വലുതാകുമെന്നും നാളെ എന്റെ പദവിക്ക് ഇവൻ അപകടമാണെന്നുമുള്ള ഒരു തോന്നലുണ്ടാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സംതൃപ്തിയും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസ് നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ വിജയത്തിൽ കൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ അതിനോടുകൂടെ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുന്നവരുടെ കൂടെ, വേദനപ്പെടുന്നവരുടെ കൂടെ കണ്ണുനീരൊഴുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിജയം അനുഗ്രഹമായി തീരത്തുള്ളൂ. രണ്ടാമതായിട്ട്, ഇമ്മാനുവേൽ എന്ന ഈ വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും കൂടെയിരിക്കുന്ന ഒരു ദൈവമാണ്. എല്ലാ പ്രവൃത്തിയിലും കൂടെയിരിക്കുന്ന ഒരു ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങളും നമ്മുടെ നല്ല പ്രവർത്തനങ്ങളും ദൈവം കാണുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥതയുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കുകയും നമ്മുടേതായ ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് നമ്മളോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഏതു നിമിഷവും ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതം അനുഗ്രഹം നിറഞ്ഞതായി തീരത്തുള്ളൂ, ജീവിതം നന്മ നിറഞ്ഞതായി തീരത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിൽക്കേണ്ടുന്ന ആ സ്ഥാനം പലപ്പോഴും മറന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം പരാജയമായി തീരുന്നത്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്റെ കൽപ്പനകളിൽ കൂടി പറയുകയുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനുമുള്ള മനസ്സുണ്ടാകുമ്പോഴേ യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്തുവാൻ സാധിക്കൂ എന്നുള്ളത്. അതുകൊണ്ട് ഈ ക്രിസ്തുമസിന്റെ കാലഘട്ടം മറ്റുള്ളവരുടെ വിജയത്തിൽ കൂടെ സന്തോഷിക്കുവാനും അവരുടെ പരാജയത്തിൽ കൂടെ നിൽക്കുവാനുമുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകണം. എപ്പോഴാണ് ഈ ദുർബലനായ കുഞ്ഞിനെ, കീറത്തുണിയിലെ കുഞ്ഞിനെ
കുറവുകളുള്ള കുഞ്ഞിനെ എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്നത്, അപ്പോൾ മാത്രമേ ആ കുഞ്ഞ് എന്റെ ഹൃദയത്തിൽ വളരുവാൻ തുടങ്ങത്തുള്ളൂ. അതേസമയം ഇവൻ ബലഹീനനാണ്, ഇവൻ ദുർബലനാണ്, ഇവൻ കുറവുള്ളവനാണ് എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വളരുകയില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ നാളിലെ ഈ ക്രിസ്തുമസ് നമുക്ക് അനുഗ്രഹത്തിന്റേതാകട്ടെ. ദൈവം നമ്മോടുകൂടെ എന്നുള്ള ആ തിരിച്ചറിവ് ആട്ടിടയന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹം നിറഞ്ഞതായി തീരട്ടെ. നമ്മളുടെ ഈ യൂട്യൂബ് സംരംഭത്തിന്റെ ലക്ഷ്യം തന്നെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹത്തിന്റെ ആ ഒരു പുതിയ ലോകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.